Hello viewers, welcome to Movie World Media. No matter what, lovers love എന്ന് പ്രൂവ് ചെയ്ത രണ്ട് പേരാണ് ഇന്നെൻ്റെ ഗസ്റ്റ്. സോ ലെറ്റ് മീ വെൽക്കം ആഷി ആൻഡ് ജാസി. താങ്ക് യു സോ മച്ച്. ഹായ് ആൻഡ് വെൽക്കം ടു ദ ഷോ. താങ്ക് യു സോ അപ്പോൾ മച്ച്. എല്ലാവരും ഞാൻ പല ഇൻ്റർവ്യൂസ് കണ്ടപ്പോഴും നിങ്ങളുടെ ഫേസ് ചെയ്ത സ്ട്രഗിൾസും കാര്യങ്ങളൊക്കെ ചോദിക്കണം. എനിക്ക് അതല്ല അറിയേണ്ടത്. എനിക്ക് ഹൗ മച്ച് ഫൺ യു ആർ ഹാവിങ്, നിങ്ങളുടെ റിലേഷനിൽ നിങ്ങൾ എത്രത്തോളം ഹാപ്പി ആണെന്നാണ് ആദ്യം അറിയേണ്ടത്. ഞങ്ങളുടെ റിലേഷനിൽ ഞങ്ങൾ നല്ല ഹാപ്പിയാണ്. കാരണം ഈവൻ ഞങ്ങൾ രണ്ടുപേരും ഒരേ വൈബിൾ ആൾക്കാരാണ്. ഒരു സ്ഥലത്ത് അങ്ങനെ അടങ്ങിയിരിക്കുന്ന ആൾക്കാരല്ല, ഭയങ്കര ചിൽ മൈൻഡ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈവൻ ആശയാണെങ്കിലും ഭയങ്കര ട്രിപ്പ് മൂഡുള്ള ആളാണ്, എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ ഇഷ്ടത്തിന് നിൽക്കുന്ന ഒരാളാണ് ആഷി, ആഷിയുടെ ഇഷ്ടത്തിന് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ബാക്കിയുള്ളവർ എന്ത് കളി പറഞ്ഞാലും അല്ലെങ്കിൽ ബാക്കിയുള്ളവർ എന്ത് തമാശ ഞങ്ങളോട് പറഞ്ഞാലും ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ ഹാപ്പിയാണ്. ഞങ്ങൾ അതാ മാത്രമേ നോക്കുന്നുള്ളൂ. ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ നല്ല ഹാപ്പിയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു നിങ്ങൾ തമ്മിലൊരു അടി കൂടിയാൽ ആരാണ് ആദ്യം ഒന്ന് സോറി പറയാ? ഞാൻ പറയില്ല, ആഷി പറയും. അത് വളരെ കോൺഫിഡന്റ് ആയിട്ട് പറയുന്നത്, ഞാൻ പറയില്ല. അത് എന്താണ്? ഞാനാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. ആഷി അങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്ന വ്യക്തിയല്ല. ഞാൻ ആഷി എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ പ്രശ്നം ഉണ്ടാക്കി ഇങ്ങനെ ഇതാക്കും. ആഷി മാക്സിമം സൈലന്റ് ആവും. ഇവൻ സൈലന്റ് ആയി ഇരിക്കുന്നത് കണ്ടാൽ എനിക്ക് ദേഷ്യം വരും. അപ്പൊ ഞാൻ പോയിട്ട് ഇങ്ങനെ തോണ്ട തുടങ്ങും. അപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവും. പക്ഷെ കുറെ കഴിയുമ്പോൾ ആഷിനെ വന്നിട്ട് സോൾവ് ചെയ്യും. ചിലതൊക്കെ ഞാനും പോയി സോൾവ് ചെയ്യാറുണ്ട്. പക്ഷെ മോസ്റ്റ്ലി ആഷിയാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം സോൾവ് ചെയ്യാൻ വരാറ്. എന്തിനാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല സാധാരണ? വായി നോക്കി അതിന് പ്രശ്നം ഉണ്ടാക്കിയ കുഴപ്പമൊന്നുമില്ല. മെസ്സേജ് വന്ന് ആഷിക്ക് കുറെ മെസ്സേജ് വരും. ഈവൻ ഇപ്പൊ ഞാൻ എന്റെ ഷോപ്പിന്റെ ഇപ്പൊ ഞങ്ങൾക്ക് ദുബായിൽ ഷോപ്പ് ഉണ്ട്, പെർഫ്യൂം ഷോപ്പ് ഉണ്ട്. അപ്പോൾ അതിന്റെ നമ്പർ കൊടുത്തിരുന്നത് ആഷിയുടെ നമ്പറാണ്. അപ്പൊ എന്നെ ഫെൽറ്റ് ചെയ്യുന്ന ആൾക്കാരും അതിലേക്ക് മെസ്സേജ് അയക്കും. ആഷിനെ ഫെൽറ്റ് ചെയ്യുന്ന കൂടുതൽ ആഷിക്ക് മെസ്സേജ് വരും. ആഷിന്റെ നമ്പറാണല്ലോ ഇത്. ഞാൻ വീട്ടിലാണ്, ആഷിയുടെ ഷോപ്പിൽ എവിടെ ഉണ്ടാകും. അപ്പൊ ചിലപ്പോൾ ആഷി റിപ്ലൈ കൊടുക്കും. ഞാൻ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ വെറുതെ അവന്റെ ഫോണൊക്കെ കൊടുത്ത് ചെക്ക് ചെയ്യുമ്പോൾ വേണം ഏതെങ്കിലും പെണ്ണുങ്ങൾക്ക് റിപ്ലൈ കൊടുത്തിട്ടുണ്ടാവും. ഇതാ ഇതിനെ റിപ്ലൈ കൊടുത്തില്ല, ഷോപ്പിന് അതിന് റിപ്ലൈ കൊടുത്തില്ല. കസ്റ്റമർ ഡീലിംഗിന്റെ ആളാണ്. കുറച്ച് കൂടുതൽ ഇമ്പോർട്ടന്റ്. അതെ, അങ്ങനെ ചെറിയ ചെറിയ പണിക്കാണ്. ഇപ്പൊ നിങ്ങളുടെ ഈ ഒരു ഹാപ്പിനെസ് കാണുമ്പോൾ എല്ലാവർക്കും മീൻസിലേക്ക് ഈ ചോദ്യം ചെയ്തവരെയും അല്ലെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാണ്ടിരുന്നവരൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഇപ്പം അവരുടെ ഒരു റിപ്ലൈയോ അല്ലെങ്കിൽ അവരുടെ ഒരു മെന്റാലിറ്റി എന്താണ്? ഇപ്പൊ കുറെയൊക്കെ കുറഞ്ഞ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം അക്സെപ്റ്റഡ് ആയി. കുറെ സ്റ്റാർട്ടിങ് ഭയങ്കരമായിട്ട് നെഗറ്റീവ് കമന്റ് വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ പിന്നെ നെഗറ്റീവ് കമന്റ് ഇല്ലാന്നല്ല, പക്ഷെ കുറച്ചുകൂടെ ഒരു അക്സെപ്റ്റേഷൻ വന്ന ഒരു പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു ഇതിനു മുമ്പ് സോഷ്യൽ മീഡിയയിൽ ഞങ്ങളുടെ മുഖേന, അറിയാലോ? അതെ അതെ, അതായതുകൊണ്ട് ഒന്നും കൂടി നമ്മൾ സ്ട്രോങ് ആയി. ഓക്കെ ഓക്കെ, അങ്ങനെ ഒരു പ്രശ്നം വന്നതുകൊണ്ട് അങ്ങനെ ഇപ്പൊ കുഴപ്പമില്ല. അപ്പൊ ഇപ്പൊ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയി, നിങ്ങൾ വളരെ ഹാപ്പിയാണ്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഹാപ്പി ആയിട്ട് കാണാൻ എല്ലാവരും ഹാപ്പിയാണ്. അപ്പൊ എന്താണ് വേറെ ഒരു സീക്രട്ട് ഇങ്ങനെ ഹാപ്പി ആയിരിക്കുന്നുണ്ട്? മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് തന്നെ മെയിൻ. പിന്നെ വിട്ടുവീഴ്ചകളൊക്കെ തെറ്റ് എന്ന് പറയുമ്പോൾ എല്ലായിടത്തും പറ്റില്ല. അപ്പൊ അത് വിട്ടുവീഴ്ചയൊക്കെ ചെയ്ത് അതിലിങ്ങനെ കിടന്ന് ചൊറിഞ്ഞുകൊണ്ടിരിക്കാണ്ട് അതങ്ങ് വിട്ട് ഓക്കെ ആവുമ്പോൾ നന്നാവും. നമ്മളിങ്ങനെ ചൊറിയുമ്പോൾ ഇവർക്ക് ഓട്ടോമാറ്റിക് അതിപ്പോൾ ഏത് റിലേഷൻ ആണെങ്കിലും നമ്മൾ ഓപ്പോസിറ്റിന് ചൊറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അത് ഇറിറ്റേറ്റ് ആവുക ചെയ്യുക. ഇറിറ്റേറ്റ് ആയ ആൾക്കാർക്ക് ഒരിക്കലും നമ്മളെ സ്നേഹിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ മാക്സിമം തെറ്റുകളൊക്കെ മനുഷ്യന്മാരുന്ന് പറ്റുന്നില്ല, അതങ്ങ് സോൾവ് ചെയ്തിട്ട് ഹാപ്പി ആയിട്ട് നിൽക്കുക. നമുക്ക് ലൈഫ് ഇനിയും ത്രൂ ഔട്ട് എടുക്കുന്നില്ല. അപ്പോൾ വെറുതെ ചൊറിഞ്ഞോണ്ടിരിക്കണ്ടല്ലോ, ഹാപ്പി ആയിട്ട് പോവാം. അതായിരിക്കും നല്ലത്. അതിന് ഈ ഹാപ്പി ആയിട്ട് പോകാൻ നമുക്ക് ഈ വേണ്ടാത്ത കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ നമ്മൾ കട്ട് ചെയ്ത് വിടണം എന്നൊക്കെ ഒരു ഇന്റർവ്യൂവിൽ ഇങ്ങനെ പറയും. നമുക്ക് വേണ്ടാത്ത ഫ്രണ്ട്സിനെയൊക്കെ നമ്മൾ കട്ട് ചെയ്ത് വിട്ടാൽ നമുക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെ അങ്ങനത്തെ ഫ്രണ്ട്സ് ഇല്ല. പൊതുവേ എനിക്ക് ആഷിക്ക് ലൈക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ട്. കാരണം അവന് ദുബായിലാണെങ്കിൽ ഇവിടെ ആണെങ്കിലൊക്കെ ഈ ക്രിക്കറ്റ് ഫുട്ബോളൊക്കെ ആയിട്ട് ഇതായിട്ട് എനിക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ട്. എനിക്ക് പൊതുവെ വളരെ കുറച്ച് ഫ്രണ്ട്സേ ഉള്ളൂ. ഉള്ള ഫ്രണ്ട്സിൽ ഇപ്പോൾ എനിക്ക് അങ്ങനെ മോശം ഫ്രണ്ട്സിനൊക്കെ ഞാൻ ഒഴിവാക്കി. ഇപ്പോൾ ഉള്ളവർ ജെന്യൂൻ ആയിട്ടുള്ള ഫ്രണ്ട്സാണ് എൻ്റെ കൂടെ. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഇനി കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഓക്കെ, വളരെ വലിയ ഉണ്ടാവുന്ന കുറച്ച് ഫ്രണ്ട്സേ ഉള്ളൂ. ഇവൻ ആഷിക്കാണെങ്കിലും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് തോന്നുന്നു എനിക്ക്. എല്ലാവർക്കും ജാസി അറിയാൻ ആഗ്രഹമുള്ള ഒരു കാര്യമാണ്, എങ്ങനെയാണ് ജാസിനെ ഐഡന്റിഫൈ ചെയ്യുന്നത്? എങ്ങനെയാണ് ആണായിട്ട് പെണ്ണിന്റെ വീഡിയോസ് ചെയ്യുമായിരുന്നു. എനിക്ക് കൂടുതൽ അങ്ങനത്തെ വീഡിയോസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് ചോദിച്ചു, ചില ആൾക്കാർ ഗോസിപ്പ് വന്നിട്ടുണ്ടായിരുന്നു, ജാസി നാട്ടിൽ പോയ ആണും ദുബായിൽ വന്ന പെണ്ണുമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇങ്ങനെ തന്നെ വരാൻ കാരണം ഞാൻ ഇപ്പോൾ എൻ്റെ ഐഡന്റിറ്റി തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ജാസി എന്താണെന്ന് ചോദിക്കുമ്പോൾ ജാസി ഒരു പെണ്ണാണോ അല്ലെങ്കിൽ ജാസി ഒരു ആണാണോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാനൊരു മനുഷ്യനായിട്ട് നിങ്ങൾ എന്നെ കൺസിഡർ ചെയ്താൽ മതി. എനിക്ക് ഒരു പെണ്ണെന്ന സത്യത്തിൽ അല്ലെങ്കിൽ ആണെന്ന സത്യത്തിൽ ഇരിക്കാൻ കൂടുതൽ എനിക്കൊരു മനുഷ്യത്വം അല്ലെങ്കിൽ മനുഷ്യനായി ജീവിക്കണം എന്നുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ. ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇപ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോസൊക്കെ ലേഡി കോസ്റ്റ്യൂമിലൊക്കെ പുറത്ത് പോകുമ്പോഴും ഒക്കെ അങ്ങനെ തന്നെ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കുറേ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. നെഗറ്റീവ് കമൻറ്റ് കുറേയൊക്കെ ഒന്ന് കുറഞ്ഞു. ഇപ്പോൾ ആൾക്കാർ ചോദിക്കുന്ന കുറേ ക്വസ്റ്റ്യൻസ്, ഈവൻ ലേഡീസൊക്കെ ചോദിക്കുന്നത് കോസ്റ്റ്യൂം എവിടുന്ന, സാരി എവിടുന്ന, നല്ല ഭംഗിയുള്ള ജ്വല്ലറീസ് ആണല്ലോ, കുറച്ചുകൂടി ഭംഗി കൂടിയല്ലോ, ബ്യൂട്ടി ടിപ്സ് പറഞ്ഞതായോ, അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നാറുണ്ട്. ഓക്കെ, അപ്പോൾ ഹാപ്പി ആയിരിക്കുന്നതാണോ ബ്യൂട്ടി ആയിരിക്കുന്നതിൻ്റെ ഒരു? തീർച്ചയായിട്ടും അത് ഒരു വലിയ കാര്യമാണ്. പിന്നെ ഞാൻ നന്നായിട്ട് ഉറങ്ങും. ആഷി ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഫുൾ ടൈം ഫ്രീ ആണല്ലോ, ഞാൻ കുറേ കഴിഞ്ഞ് ഉറങ്ങും. പിന്നെ ദുബായിൽ ഇപ്പോൾ ലൈവ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് ടിക്ടോക്കിൽ ഞങ്ങൾക്ക്. അപ്പോൾ ആഷി വന്നിട്ട് ഒരു 10-15 മിനിറ്റ് ഞാൻ ലൈവ് ഇരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ആഷി വന്നു കഴിഞ്ഞാൽ പിന്നെ ആഷി ലൈവ് ഇരിക്കും. ഞാൻ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കും.
വെക്കും കിച്ചണിൽ അങ്ങനെ. നൈസായിട്ട് പൊളിച്ചു പോണു. അതെ അതെ, അതാണല്ലോ എല്ലാവർക്കും വേണ്ടത്, അല്ലെ? നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. നമ്മളുടെ ഈ സൊസൈറ്റിയുടെ ഒരു അക്സെപ്റ്റൻസ് എന്നുള്ളത് ഇപ്പം ആസ് എ കപ്പിൾ ജീവിക്കുന്ന എല്ലാവർക്കും ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അതായത് നമ്മൾ മാത്രം ഹാപ്പി ആയിരുന്നാൽ പോലും നമ്മുടെ ചുറ്റുമുള്ളവരെയും നമ്മൾ ഹാപ്പി ആക്കണം എന്നുള്ള റെസ്പോൺസിബിലിറ്റി നമുക്കുണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ നമ്മുടെ പാരൻസ് ആയിരിക്കാം, നമ്മളുടെ ഫ്രണ്ട്സ് ആയിരിക്കാം. അപ്പം ഇവരുടെ ഇപ്പോഴത്തെ ഒരു ആറ്റിറ്റ്യൂഡും എനിക്ക് തോന്നുന്നു ഒരു 5 years മുന്നേ ഒരിക്കലും ഇങ്ങനെ ആയിരിക്കില്ല, ഇങ്ങനെ ആയിരിക്കില്ല. പക്ഷെ ഇപ്പോൾ അവർ നിങ്ങൾ ഹാപ്പി ആയിരിക്കുമ്പോൾ അവരുടെ ഒരു അക്സെപ്റ്റൻസും അവരുടെ ഒരു സപ്പോർട്ടും ഒക്കെ എങ്ങനെയാണ്? ഫ്രണ്ട്സൊക്കെ നല്ല സപ്പോർട്ടാണ്. ഫാമിലിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോഴും അങ്ങനെ വലിയ സപ്പോർട്ട് ഇല്ല. ആശ്രയ വീട്ടിലാണെങ്കിലും എൻ്റെ വീട്ടിലാണെങ്കിലും കുറേ ആൾക്കാരൊക്കെ, പക്ഷെ പണ്ടത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ച് ആൾക്കാരൊക്കെ ഓക്കെയാണ്. അവരിഷ്ടം പോലെ അവരങ്ങ് ജീവിക്കട്ടെ എന്നുള്ളൊരു മൈൻഡാണ്. ഇപ്പൊ പിന്നെ ആദ്യം കുറെ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് വരുമായിരുന്നു. പിന്നെ ആരും അങ്ങനെ പറയാറില്ല, പറഞ്ഞ നല്ല കാര്യമൊന്നുമില്ല എന്ന് അവർക്ക് തോന്നിക്കാണെന്ന് അറിയില്ല. പക്ഷെ ഇപ്പൊ അങ്ങനെ ആരും അങ്ങനെ അതിനെ കുറിച്ച് സംസാരിക്കാറില്ല. അപ്പൊ നിങ്ങൾ ആസ് എ കപ്പിൾ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുന്നത്? ഞാൻ എൻ്റെ പാർട്ട്ണറാണ് ആഷി എന്നാണ് എല്ലാവരോടും ഐഡന്റിഫൈ ചെയ്യുന്നത്. പിന്നെ എല്ലാവർക്കും ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാമല്ലോ, ഞങ്ങൾ പാർട്ട്ണർഷിപ്പിൽ എല്ലാവർക്കും അറിയാമല്ലോ. ഞങ്ങൾ ഇപ്പോൾ അടുത്തൊരു ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, എൻഗേജ്മെന്റ് വീഡിയോസിന്റെ, നിക്കാ വീഡിയോസിന്റെ വീഡിയോ. അപ്പോൾ അതൊക്കെ ഭയങ്കര ലൈക്കും കമന്റും വ്യൂസും കുറേ ആശംസകളൊക്കെ പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷമായി. ആൾക്കാരെ ഇങ്ങനത്തെ ആൾക്കാരെയും ഏറ്റെടുക്കുന്നുണ്ട് എന്നുള്ളൊരു മൈൻഡ് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ഒരു ഇനീഷ്യൽ പീരീഡുകളിലാണല്ലോ ഈ ഒരു ഇഷ്യൂസും കാര്യങ്ങളും ഒക്കെ വന്നത്. അപ്പം ജാസി എന്ന വ്യക്തി ബൈ ഹാർട്ട് ഓൾസോ ഒരു വലിയ ആളായതുകൊണ്ടാണല്ലോ നമുക്ക് എല്ലാവർക്കും മിസ്റ്റേക്സ് വരാം. അത് വളരെ കോമൺ ആണ്. വി ആർ ഓൾ ഹ്യൂമൻ, വി മേക്ക് മിസ്റ്റേക്സ്. അപ്പോൾ അതൊക്കെ ക്ഷമിച്ച് നമ്മൾ സന്തോഷമായിട്ട് ജീവിക്കണം. പക്ഷെ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ, ആ ഒരു ടൈം പോയിന്റിൽ ഭയങ്കരമായിട്ട് റിയാക്ട് ഒക്കെ ചെയ്തായിരുന്നു, ഭയങ്കര ഇഷ്യൂസ് ആയിരുന്നു. സോഷ്യൽ മീഡിയ ഭയങ്കര എന്താ പറയുക, നിങ്ങളുടെ വീഡിയോസ് അല്ലാണ്ട് നിങ്ങളുടെ വീഡിയോസ് എടുത്ത് വീഡിയോസ് ചെയ്യുന്ന ട്രോളേഴ്സ് ഉണ്ട്. ഇവരിങ്ങനെയാണ്, അല്ലെങ്കിൽ ഇവരുടെ ലൈഫൊക്കെ ഇത്രേ ഉള്ളൂ, ഇതൊക്കെ വെറും തമാശ കളിയാണ് എന്ന് പറഞ്ഞ് നിങ്ങളെ ക്രിട്ടിസൈസ് ചെയ്ത കുറേ പേരുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പോയിന്റിൽ എന്താ അങ്ങനെ റിയാക്ട് ചെയ്യാൻ തോന്നിയത് പെട്ടെന്ന്? കാരണം ഞാൻ പെട്ടെന്ന് അങ്ങ് സ്റ്റക്ക് ആവുകയാണ്. എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഒരു അവസ്ഥ വരും ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ച വ്യക്തിയല്ല. അപ്പോൾ ഇവൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഉണ്ടാവുമെന്നും ഞാൻ ഒരിക്കലും വിചാരിച്ച വ്യക്തിയല്ല. അപ്പോൾ അത് എങ്ങനെ വന്നു പോയി എന്താ എനിക്കറിയില്ല. പക്ഷെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു പെൺകുട്ടി ഭയങ്കര എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരു വ്യക്തി ആ ഒരു കുട്ടിയാണ്. ഇപ്പോഴാണെങ്കിൽ ഞാൻ എല്ലാ ഇൻ്റർവ്യൂവിലും പറയുന്ന പോലെ തന്നെ എനിക്ക് നേരിൽ കണ്ടു കഴിഞ്ഞാൽ ഈ ആര്യ ചേച്ചി പറഞ്ഞ പോലെ വെടി വെച്ച് കൊല്ലാനുള്ള ദേഷ്യം ഇപ്പോഴും ഉണ്ട്. എനിക്ക് ആ കുട്ടിക്ക് ഒരിക്കലും ഞാൻ പുറത്തു കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ എൻ്റെ ലൈഫിൽ ഉണ്ടാവില്ല. എനിക്ക് അത്രയ്ക്ക് എൻ്റെ ലൈഫിൽ ഞാൻ ആരെങ്കിലും മരിച്ചു പോകണമെന്ന് വിചാരിക്കണമെങ്കിൽ ആ കുട്ടി മാത്രമാണ്. കാരണം അത്രയ്ക്ക് എനിക്ക് അതിനോട് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇമോഷണൽ. കാരണം അത്രയ്ക്ക് എനിക്ക് ആ കുട്ടിയോട് വെറുപ്പാണ്. കാരണം ഞാൻ അത്രയും നല്ല രീതിയിൽ സ്മൂത്തായിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ലൈഫിലേക്ക് കയറി വന്ന് ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന രീതിയിൽ എൻ്റെ ലൈഫിലേക്ക് കയറി വന്ന് ഞങ്ങളുടെ ഇടയിൽ വലിയൊരു ഭൂകമ്പം ഉണ്ടാക്കിയിട്ട് അപ്പുറത്ത് ഇരുന്ന് ചിരിച്ച് കൊണ്ടിരിക്കുന്ന ഒരു കുട്ടി ഇപ്പോഴും ത്രൂ ഔട്ട് എന്നെ ഇപ്പോഴും ടിക്ടോക്കിൽ, ഞങ്ങൾ ദുബായിൽ ടിക്ടോക്ക് ഉണ്ട്, ടിക്ടോക്കിൽ ഇപ്പോഴും എൻ്റെ പഴയ വീഡിയോസൊക്കെ എടുത്തിട്ട് കുറേ ക്യാപ്ഷനൊക്കെ എഴുതി വെച്ച്, വളരെ വൾഗറായിട്ട് ക്യാപ്ഷനൊക്കെ എഴുതി വെച്ച് ഇപ്പോഴും പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക ആ കുട്ടി. ഞാൻ അത് ഓൾറെഡി വിട്ട കേസാണ്. പക്ഷെ ഇപ്പോഴും ആ കുട്ടി നിരന്തരമായിട്ട് എന്നെ മനസ്സിങ്ങനെ പിടിച്ച് കുലുക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ ഒരു പ്രശ്നം വന്നതുകൊണ്ട് കുറച്ചുകൂടി ഞങ്ങൾ ഇതില്ലേ അതെ. അപ്പൊ ഞങ്ങൾ തളർന്നില്ലല്ലോ, ഞങ്ങൾ പിന്നെ ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ടല്ലോ. അതാണ്